എക്സസൈസ് 5.3-ലെ നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 7 ആണ് ചെയ്യാൻ പോകുന്നത്. y ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് 1 മൈനസ് എസ് സ്ക്വയർ ബൈ 1 പ്ലസ് എസ് സ്ക്വയർ. ഇവിടെ നമുക്കറിയാം ട്രാൻസ്ഫോർമേഷൻ മെത്തേഡിനകത്ത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം അല്ലേ. നമുക്ക് അറിയാം ഇവിടെ എന്താണ് നമ്മളിങ്ങനെ ഒരു ഫോർമുല പഠിച്ചെന്ന് നോക്കണം. 1 മൈനസ് എസ് സ്ക്വയർ ബൈ 1 പ്ലസ് എസ് സ്ക്വയർ. നമ്മൾ ഔട്ട്സൈഡ് ബ്രാക്കറ്റിനകത്ത് സൈൻ ആണോ കോസ് ആണോ എന്നല്ല ആദ്യം നോക്കേണ്ടത്. നമ്മൾ എന്താണ് ആ ഫോർമുല എക്സിന് എന്ത് കൊടുത്താൽ നമുക്ക് ആ ഫോർമുല പഠിച്ച ഫോർമുല ആവണമെന്ന് നോക്കണം. ഏതാണ് ഫോർമുല? നമുക്കറിയാം കോസ് 2 തീറ്റ എന്ന് പറയുന്നത് 1 മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ. 1 മൈനസ് എസ് സ്ക്വയറും 1 പ്ലസ് എസ് സ്ക്വയറും കാണുമ്പോൾ തന്നെ അറിയാം അല്ലേ. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റിനകത്ത് നമ്മൾ എപ്പോഴും ആദ്യം ഇക്വേഷൻസ് നന്നായിട്ട് പഠിക്കണം, എന്നിട്ട് മാത്രം പ്രോബ്ലം ചെയ്യാൻ നോക്കുക. അപ്പൊ നമുക്ക് വളരെ ഈസി ആയിട്ട് പ്രോബ്ലംസ് ചെയ്യാൻ കിട്ടും. നമ്മൾക്കറിയാം കോസ് 2 തീറ്റ 1 മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ. അതേ ഫോമിലല്ലേ ഇവിടെ കിടക്കണേന്ന് നോക്കിയേ. അപ്പൊ എക്സിന് എന്തായിരിക്കും കൊടുക്കേണ്ടത്? പുട്ട് എക്സ് ഈക്വൽ ടു ടാൻ തീറ്റ. അപ്പൊ കൊടുത്തോളുക. അപ്പൊ പുട്ട് എക്സ് ഈക്വൽ ടു എന്താ മക്കളെ കൊടുക്കേണ്ടത്? ടാൻ തീറ്റ. എക്സ് ടാൻ തീറ്റ ആണെങ്കിൽ നമ്മൾ ഇൻവേഴ്സ് ട്രിഗണോമെട്രി പഠിച്ചിട്ടുണ്ട്. എന്താ? ഈ തീറ്റയെ അവിടെ നിർത്തണം അല്ലെ. ആ തീറ്റയെ അവിടെ നിർത്തി കഴിയുമ്പോൾ ഇത് നേരെ റിവേഴ്സ് ഇങ്ങോട്ട് പോകും. അപ്പൊ എന്താവും? ദാറ്റ് ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു തീറ്റ വരും. അപ്പൊ പുട്ട് എക്സിന് നമ്മൾ കണ്ടു 1 മൈനസ് എസ് സ്ക്വയർ ബൈ 1 പ്ലസ് എസ് സ്ക്വയർ ആണെന്ന് കാണുമ്പോൾ തന്നെ നമുക്കറിയാം അവിടെ കൊടുക്കേണ്ട ഫോർമുല നമ്മൾ പഠിച്ച് 1 മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റയാണ്. അപ്പൊ കൊടുത്തോളുക എക്സ് ഈക്വൽ ടു ടാൻ തീറ്റ. അങ്ങനെയാണ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നേരെ ഇൻവേഴ്സിന്റെ പ്രോപ്പർട്ടി അനുസരിച്ച് ഇങ്ങോട്ട് പോകും. എപ്പൊ കണ്ടുപിടിച്ചാൽ ഇത് ചെയ്തിട്ടേ നമ്മൾ ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ ഈ കൊടുത്ത വാല്യൂ നമ്മൾ തിരിച്ച് ക്വസ്റ്റ്യനിലേക്ക് കൊടുക്കണം. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ y ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് 1 മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ. കാരണം എന്താ? ഈ എക്സിന്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് കൊടുത്തു? ടാൻ തീറ്റ കൊടുത്തു. ഇവിടെയും എക്സിന്റെ സ്ഥാനത്ത് എന്ത് കൊടുത്തു? ടാൻ തീറ്റ കൊടുത്തു. അപ്പൊ ടാൻ തീറ്റ എസ് സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്തായി? ടാൻ സ്ക്വയർ തീറ്റയായി. ഇവിടെയും എസ് സ്ക്വയർ എന്തായി? ടാൻ സ്ക്വയർ തീറ്റയായി അല്ലേ. ഇവിടെ നമ്മൾ പുറത്ത് സൈൻ ആണെന്ന് നോക്കേണ്ട ആവശ്യമില്ല, നേരെ വാല്യൂ കൊടുത്തോളുക. അപ്പൊ എന്താ? സൈൻ ഇൻവേഴ്സ് ഓഫ് നമ്മൾ എന്താ ഇതിന്റെ ഫോർമുല? കോസ് 2 തീറ്റ അവിടെ കൊടുത്തു. കോസ് 2 തീറ്റ അപ്പൊ ഒരു പണി കിട്ടി അല്ലേ. എന്താ? കാരണം ഔട്ട്സൈഡ് ബ്രാക്കറ്റിന്റെ സൈനാ, പക്ഷെ അകത്ത് കിടക്കണം എന്താ? കോസാ. ഇനി ഈ കോസിനെ പിടിച്ച് നമ്മൾ എന്താക്കണം? സൈൻ ആക്കണം. അത് നമുക്ക് വളരെ ഈസിയാണ് അല്ലേ. നമുക്കറിയാം സൈൻ 90 മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ കോസ് തീറ്റയാണ്. കോസ് 90 മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ തീറ്റയാണ്. അപ്പൊ നമ്മളൊരു ക്വസ്റ്റിനകത്ത് ഔട്ട്സൈഡ് ബ്രാക്കറ്റിൽ സൈൻ ആണെങ്കിൽ സൈൻ ഇൻവേഴ്സ് എക്സും ഇവിടെ സൈൻ ഇൻവേഴ്സും ഇവിടെ കോസും വന്നാൽ അപ്പൊ തന്നെ ഈ കോസിനെ പിടിച്ച് 90 മൈനസ് അങ്ങ് കൊടുത്തോളുക. അപ്പൊ നമ്മുടെ ക്വസ്റ്റിൻ എന്തായി? സൈൻ ഇൻവേഴ്സ് ഓഫ് കോസിന് അപ്പൊ എന്ത് കൊടുക്കണം? സൈൻ 90 മൈനസ് തീറ്റയുടെ സ്ഥാനത്ത് എന്താ കിടക്കണേ? ഇവിടെ നമ്മൾ തീറ്റയുടെ സ്ഥാനത്ത് കിടക്കണം 2 തീറ്റയാണ്. അത് അങ്ങനെ തന്നെ കൊടുക്കുക 2 തീറ്റ. അപ്പൊ നമ്മുടെ ആൻസർ ആയി. അപ്പൊ ഓർത്ത് വെക്കണം, ഔട്ട്സൈഡ് ബ്രാക്കറ്റിനകത്ത് സൈൻ ഇൻവേഴ്സും അകത്ത് കോസും വന്ന ഈ കോസിനെ പിടിച്ച് എന്താക്കണം? സൈൻ 90 മൈനസ് തീറ്റ ആക്കണം. അപ്പൊ തീറ്റയുടെ സ്ഥാനത്ത് എന്താ കിടക്കണേന്ന് കൂടെ നമ്മൾ നോക്കണം. എന്താ കിടക്കണേ? 2 തീറ്റ. ആ 2 തീറ്റ കൊടുത്തു. അപ്പൊ നമുക്കറിയാം ഇത് രണ്ടും വെട്ടിപ്പോയി. കാരണം എന്നാ? നമുക്കറിയാം പ്രോപ്പർട്ടി അനുസരിച്ച് സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ തീറ്റ ഒരേപോലെ ട്രിഗണോമെട്രി ഫംഗ്ഷൻ വന്ന അപ്പൊ ഇത് വെട്ടിപ്പോവും. ആ ലോ നമ്മൾ ഇവിടെ കൊടുത്തു. അപ്പൊ സൈൻ ഇൻവേഴ്സും സൈനും വെട്ടിപ്പോയി. അപ്പൊ നമ്മുടെ ആൻസർ എന്തായി നോക്കിയേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 90 മൈനസ് 2 തീറ്റ. ഇനി 90 അങ്ങനെ തന്നെ എഴുതാം, മൈനസ് 2 ഇൻറ്റു തീറ്റ എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എന്താണ്? ടാൻ ഇൻവേഴ്സ് എക്സ് അവിടെ കൊടുക്കുക. ടാൻ ഇൻവേഴ്സ് എക്സ് 2 ഇൻറ്റു ടാൻ ഇൻവേഴ്സ് എക്സ്. അപ്പൊ നമ്മുടെ y കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ എന്തെടുക്കണം? ഇതിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം അല്ലേ. അപ്പൊ dy ബൈ ഡി എക്സ് ഈക്വൽ ടു ഒരു കോൺസ്റ്റന്റ് ആണ്. എപ്പോഴും നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു കോൺസ്റ്റന്റിന്റെ ഡെറിവേറ്റീവ് എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. എ കോൺസ്റ്റന്റ് ആണ്, ബി കോൺസ്റ്റന്റ് ആണ്, സി നമ്പറുകൾ എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ ഒരു കോൺസ്റ്റന്റ് ഡെറിവേറ്റീവ് എന്താ? 0. അപ്പൊ 90യുടെ ഡെറിവേറ്റീവ് എന്താ? 0. ദെൻ 0 എഴുതി മൈനസ്. ഇനി നമുക്കറിയാം എപ്പോഴും നിങ്ങൾ തെറ്റിക്കുന്ന ഒരു കാര്യമാണ്, ഒരു കോൺസ്റ്റന്റും ഒരു വേരിയബിളും കൂടെ വന്നാൽ ഒരിക്കലും 0 ആവില്ല. ആ കോൺസ്റ്റന്റിനെ അവിടെ നിർത്തിയിട്ട് വേരിയബിളിന്റെ മാത്രം ഡെറിവേറ്റീവ്. അപ്പൊ ഈ 2നെ അവിടെ നിർത്തണം. ഏതിന്റെ ഡെറിവേറ്റീവ്? ഈ ടാൻ ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവ്. അതെന്താ നമ്മൾ പഠിച്ചേക്കണേ? 1 ബൈ 1 പ്ലസ് എസ് സ്ക്വയർ.
അപ്പൊ നമുക്ക് dy ബൈ dx എന്ന് പറയുന്നത് -2 × 1 + s².